ഹലോ, നമുക്കിന്ന് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ഒരു ഫിഷ് കറി തയ്യാറാക്കിയാലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് നമുക്ക് ഈസി ആയിട്ടൊരു ഫിഷ് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. ചെറു തീയിലിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്ര വേണോ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇതൊന്ന് മിക്സായി കഴിഞ്ഞ് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 പുളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നന്നായിട്ട് തിള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് കറിക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഫൈനലി നമുക്കിതിലേക്ക് ഫിഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കേരച്ചൂര എടുത്തേക്കുന്നത്. ഓരോ ഫിഷായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫിഷെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നന്നായിട്ട് തിളച്ച് ഫിഷെല്ലാം കുക്കായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഈ ഫിഷ് കറി തയ്യാറാക്കാം. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്.